അച്ഛനോട് ചേർന്നേറ്റ് പ്രാർത്ഥി. കർത്താവ് ദൈവമേ, അന്ധന് കാഴ്ച നൽകിയവനെ, ചെകിടിന് കേൾവി നൽകിയവനെ, ഊമന് സംഭാഷണം നൽകിയവനെ, മഹോരോഗിയെ സുഖപ്പെടുത്തിയവനെ, തളർവാരോഗിയെ സുഖപ്പെടുത്തിയവനെ, മരിച്ചവനെ ഉയർപ്പിച്ചവനെ, അങ്ങയുടെ തിരുമുറുപാർന്ന വലതുകരം, ആണിപ്പെടുതാർന്ന അത്ഭുതകരം ഞങ്ങളുടെ ശിരസിൽ വെക്കണമേ. ശിരസ് മുതൽ ഉള്ളങ്കാല് വരെ കർത്താവിന്റെ രക്തം പടരട്ടെ. ആന്തരിക അവയവങ്ങള്, ആന്തരിക ധമനികള്, പേശികള്, കോശങ്ങള്, അസ്ഥികള്, അസ്ഥിക്കുഴകള്, സൂക്ഷ്മകോശങ്ങള് കർത്താവിന്റെ രക്തത്താൽ നിറയട്ടെ. എല്ലാ സിസ്റ്റുകളും, എല്ലാ മുഴകളും, ക്യാൻസർ രോഗങ്ങള്, മാരക രോഗങ്ങള്, വേദികള് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. വീണ്ടും മഹത്വപ്പെടുത്തണമേ. നാഥാ വരണമേ. മക്കളെ, നമ്മളെ ദൈവമാണ് ഇവിടെ കൊണ്ടുവന്നത്. ഈ നിമിഷം നിങ്ങൾക്ക് മാതാവ് നിങ്ങൾക്ക് വേണ്ടി ഓരോരുത്തർക്കും വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന സമയമാണ്. ഈശോ അത് ഏറ്റെടുത്ത് നിങ്ങൾക്ക് സാക്ഷ്യം പറയാൻ സഹായിക്കുന്ന സമയമാണ്. അതുകൊണ്ട് എൻ്റെ മക്കളുടെ മനസ്സിൽ ഉള്ള വേദനകളെല്ലാം മൗനമായി എന്തെങ്കിലും കാര്യങ്ങൾ ഞങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോഴും സമർപ്പിക്കാം. വീടില്ലാത്തവരുണ്ട്, ജോലിയില്ലാത്തവരുണ്ട്, വിസ പ്രോസസ്സ് ചെയ്യാത്തവരുണ്ട്, പുതുക്കി കിട്ടാത്തവരുണ്ട്, ഗിഫ്റ്റ് നടപടി നേരിടുന്നവരുണ്ട്, കുടുംബത്തിൽ കലഹമുള്ളവരുണ്ട്, മാർത്താമസിക്കാൻ പറ്റാത്തവരുണ്ട്, അടിസ്ഥാന രേഖകൾ കിട്ടാത്തവരുണ്ട്, കേസിൽ അകപ്പെട്ടവരുണ്ട്, പോസ്കോ കേസിൽ കള്ളക്കേസ് അകപ്പെട്ടവരുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ മേഖലകളിലെ നിങ്ങളെ സ്ഥാപനങ്ങൾ തുടങ്ങിയിട്ട്, വ്യവസായങ്ങൾ, വ്യാപാരങ്ങൾ തുടങ്ങിയിട്ട് നിന്നുപോയവരുണ്ട്, തുടങ്ങാൻ പോകുന്നവരുണ്ട്, അതിൻ്റെ മാർക്കറ്റിംഗ് കണ്ടുപിടിക്കാത്തവരുണ്ട്, കൂടെയുള്ള ഏജൻറ്റുമാർ വഞ്ചിച്ചവരുണ്ട്. അങ്ങനെ എല്ലാ മേഖലകളിലും ഉണ്ടാകുന്ന തിന്മയുടെ ശക്തികളെ നിർവീര്യമാകുന്നതിന് വേണ്ടി ഇടിമുഴക്കം പോലെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. നാഥാ വരണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. സാമ്പത്തിക ബാധ്യതയുള്ളവരെ, എന്തെങ്കിലും വിഷയങ്ങൾ വിറ്റാൽ തീരാവുന്നതേ പ്രശ്നങ്ങൾ ഉണ്ടാകത്തുള്ളൂ. ചിലർക്ക് വിൽക്കാൻ പോലും ഒന്നും ഉണ്ടാകത്തില്ല. അങ്ങനെയുള്ളവരെല്ലാം മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. മക്കളില്ലാത്തവര്, ഒരു കുഞ്ഞുണ്ടായിരുന്ന് വർഷങ്ങളായി രണ്ടാമത്തെ കുഞ്ഞില്ല, അതിനുവേണ്ടി ട്രൈ ചെയ്യുന്നവർ, ചില മരുന്ന് കഴിച്ചിട്ടും വലിയ പ്രയോജനമൊന്നുമില്ല, രോഗം മൂർച്ഛിച്ചു വരുന്നവർ, വീട്ടിലായിട്ടുള്ള കിടപ്പ് രോഗികൾ, കർത്താവേ, അങ്ങയുടെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. പരിശുദ്ധമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഇടത്തിന് അമ്മ മധ്യസ്ഥം വഹിക്കുമ്പോൾ കർത്താവേ, നിന്റെ തിരുമുറുവാർന്ന വലതുകർത്ത നിന്റെ അവകാശവും ഓഹരിയുമാകുന്ന ജനങ്ങളെ അങ്ങ് സ്പർശിക്കണമേ. അടിപ്പിഴപ്പോൾ വൈദാഖലം ദൈവികമായ ശക്തി നിങ്ങൾക്ക് ആവസിക്കട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ.
ഹല്ലേലൂയ 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 മഹത്വം ആരാധന 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 ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവപിതാവേ നന്ദി ദൈവപിതാവേ മഹത്വം മൗനമായി പ്രാർത്ഥിക്കുക മക്കളെ. ഇതുവരെ സാക്ഷ്യം പറയാത്തവർ, സാക്ഷ്യമുള്ളവരെ എത്രയും വേഗം പൊതുസമക്ഷം അത് പറഞ്ഞ് കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തേണ്ടതാണ്. നിങ്ങളുടെ വിഷയമായിരിക്കുന്ന മറ്റുള്ളവരെ സഹായിക്കാനും ദൈവത്തെ മഹത്വപ്പെടുത്താനും നിങ്ങൾക്ക് സുവിശേഷത്തിൻ്റെ ഉപകരണമായി മാറാനും ഇനിയും നിങ്ങളുടെ ദൈവമേൽ കർത്താവിൻ്റെ കൃപ ചൊരിയാനും അത് കാരണമാകും. മൗനമായി പ്രാർത്ഥിക്കുക. സമാപനാശീർവാദ. ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുടെ നാഥന്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. എൻ്റെ പേര് അനഘ മാർട്ടിൻ. ഇതെൻ്റെ അമ്മ മേരി ഗ്ലാഡീസ്. ഞാൻ ചേർത്തല ഒറ്റമശ്ശേരി സെൻറ്റ് ജോസഫ് ഇടവക അംഗമാണ്. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയാനായിട്ട് എൻ്റെ ജീവിതത്തെ ഇത്രയും അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ഈശോയ്ക്കും മാതാവിനും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2024 മാർച്ച് 7-ാം തീയതിയാണ്. ഞാൻ ജർമ്മൻ പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ആദ്യമായിട്ട് 2023 നവംബറിൽ പോയി എക്സാം എഴുതിയിരുന്നു പൂനെയിൽ. പക്ഷേ ഒന്നും കിട്ടിയില്ല. അവിടെ പോയി അത്യാവശ്യം കുറേ കാശ് മുടക്കിയാണ് അവിടെ പോയി എഴുതിയത്. പക്ഷേ ഒന്നും കിട്ടിയില്ല. വളരെ നിരാശയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ എക്സാം എഴുതണമെങ്കിൽ അപ്പോൾ എല്ലാവരും പറഞ്ഞെങ്കിൽ പോയി ഉടമ്പടി എടുക്ക്, കൃപാസനത്തിൽ ഉടമ്പടി എടുക്ക്. കാര്യം ഞങ്ങളിവിടെ അടുത്തുള്ളതാണ്, ഇവിടെ ഇടക്കിടക്ക് വരാറുള്ളതാണ്. പക്ഷേ ഇതുവരെയായിട്ട് ഉടമ്പടി എടുത്തിട്ടില്ല. പിന്നെ അതുമാത്രമല്ല, ഉടമ്പടി എടുക്കാൻ പറഞ്ഞപ്പോൾ എനിക്ക് മടിയാണ്. എനിക്ക് 5:30 എന്ന് പറയുന്ന സമയം ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. കാര്യം 8 മണി 9 മണിക്ക് എണീക്കുന്ന ആളാണ് ഞാൻ. അച്ഛൻ പറഞ്ഞിട്ടുണ്ട് 16 വയസ്സിൽ ഉള്ളവർക്ക് വരെ ഉടമ്പടി എടുക്കാം എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഭയങ്കര മടിയാണ് പള്ളിയിൽ പോകാൻ. ഞാൻ ഞായറാഴ്ചകളിലും മുടക്കാറില്ല, വെള്ളിയാഴ്ച ദിവസങ്ങളിലും പോകാറുണ്ട്. പക്ഷേ എല്ലാ ദിവസവും പോകാമെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര മടിയാണ്. അത് കാരണം പിന്നെ 5:30 എണീറ്റ് ചൊല്ലാനും
പിന്നെ ഉറക്കം പോകുമെന്നുള്ള കാര്യമാണ് എനിക്ക് ഭയങ്കര മടിയാണ് അത് കാരണം. അതുകൊണ്ട് ഞാൻ അമ്മച്ചിയോട് പറഞ്ഞാണെങ്കിൽ അമ്മ എടുക്ക്, ഞാൻ എടുക്കുന്നില്ല, എനിക്ക് എണീക്കാൻ പറ്റത്തില്ല എന്നുള്ള ഇത് കാരണം ഞാൻ അമ്മച്ചിനെ കൊണ്ട് എടുപ്പിക്കാൻ നോക്കി. പക്ഷേ എല്ലാവരും പറഞ്ഞു അത് പറ്റത്തില്ല, നിനക്കിപ്പോൾ 10-18 വയസ്സിൽ കൂടുതലുണ്ട്, അപ്പം നീ തന്നെ എടുക്കണം. അങ്ങനെ ഞാൻ ഒരു ഇതില്ലാതെ പിന്നെ ഞാൻ വന്ന് എടുത്ത്. കാര്യം മാതാവിന് നമുക്ക് വിശ്വാസമുള്ളതുകൊണ്ട് തന്നെ ഞാൻ വന്ന് എടുത്ത്. അങ്ങനെ ഞാൻ ഉടമ്പടി എടുക്കാമെന്ന് തീരുമാനിച്ചപ്പോൾ തന്നെ ഞാൻ സ്വന്തമായിട്ട് മെയിൽ വെച്ച് എനിക്ക് ട്രിവാൻഡ്രത്ത് ഡേറ്റ് കിട്ടി. അങ്ങനെ ഞാൻ പരീക്ഷ എഴുതുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് അങ്ങനെ ഞാൻ പോയി എക്സാം എഴുതി. എനിക്ക് ഒരു മൊഡ്യൂൾ മാത്രമേ കിട്ടിയുള്ളൂ. അങ്ങനെ ഒരു മൊഡ്യൂൾ, അപ്പോൾ ഞാൻ ഓക്കെ ഒരു മൊഡ്യൂൾ കിട്ടിയല്ലോ എന്ന് ഓർത്തിട്ട് അങ്ങനെ ഞാൻ പിന്നെ വെയിറ്റ് ചെയ്ത് പിന്നെ മെയിൽ അയക്കാനുള്ള അവസരം കിട്ടിയപ്പോൾ ഞാൻ അയച്ച്. അതിലും മാതാവിൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് സ്വന്തമായിട്ട് ഞാൻ അയച്ച് എനിക്ക് ഡേറ്റ് കിട്ടി. ഞാൻ പിന്നെയും ആദ്യം ഞാൻ എഴുതിയത് ഷ്രൈബനാണ്, അതായത് റൈറ്റിങ്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ റീഡിങ് എഴുതി. അങ്ങനെ അതിലും മാതാവിൻ്റെ അനുഗ്രഹത്താൽ റിസൾട്ട് വന്നപ്പോൾ ഞാൻ പാസ്സായി. അത് കഴിഞ്ഞ് പിന്നെ 3-ാം തവണ ആയപ്പോൾ മെയിൽ അയച്ചിട്ട് എനിക്ക് കിട്ടിയില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി അവർ തരാൻ സാധ്യത കുറവാണ്. അങ്ങനെ ഞാനൊരു ഏജൻസിനെ കണ്ടെത്തി. അവർ മെയിൽ അയച്ചിട്ട് മാതാവിൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് കിട്ടി, അവിടെ ഡേറ്റ് കിട്ടി. അപ്പോൾ ഞാൻ 3-ാമത് എടുത്തപ്പോൾ ഞാൻ ബാക്കിയുള്ള ഹിയറിങ്ങും സ്പീക്കിങ്ങും കൂടി ഞാൻ രണ്ടും കൂടി എടുത്തപ്പം അപ്പോൾ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും സമയം പോവുകയാണല്ലോ എന്ന് ഓർത്ത് ഞാൻ രണ്ടും കൂടി എടുത്ത് അവിടെ എക്സാമിന് ചെന്നപ്പോൾ എല്ലാവരും അവിടെ ഇറങ്ങിയ പിള്ളേർ പറഞ്ഞ് പുതിയ ടോപ്പിക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് പഴയ ടോപ്പിക്ക് തന്നെ എനിക്ക് പേടിയാണ്, നമ്മുടെ വേറൊരു ഭാഷയായതുകൊണ്ട് പൊതുവേ ഒരു പേടിയാണ്. എനിക്ക് സ്പീക്കിങ് ഭയങ്കര ഇച്ചിരി പേടിയുള്ള ആളാണ്. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ നീ തന്നെ എന്നെ വന്ന് അനുഗ്രഹിക്കണം, നീ തന്നെ എക്സാം ഹാളിൽ വന്ന് എന്നെ ജയിപ്പിക്കണം. ഞാൻ എപ്പോൾ പോയാലും ഉടമ്പടി ഉപ്പ് സേവിച്ച് തേനും സേവിച്ചിട്ടാണ് പോകുന്നത്. കാശുരൂപം കൈ കൊണ്ടുപോകാറുണ്ട്, തൈലം പൂശിയിട്ടാണ് ഞാൻ എപ്പോഴും എക്സാമിന് പോകാറുള്ളത്. അങ്ങനെ പക്ഷെ അവിടെ എല്ലാം കയറ്റത്തില്ല, അവർ ഉടമ്പടി കാശുരൂപം അങ്ങനെ അങ്ങനെയൊന്നും കയറ്റത്തില്ല. അവസാനത്തെ എക്സാമിന് പോയപ്പോൾ അവർ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. അവിടെ എന്തോ ആരോ കള്ളത്തരം കാണിച്ചെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞ് അവർ എല്ലാം മേടിച്ച് വെച്ചു. പക്ഷേ എൻ്റെ കാശുരൂപം ഞാൻ അവർക്ക് കൊടുത്തില്ല, ഞാനത് ഒളിപ്പിച്ച് എൻ്റെ പോക്കറ്റിൽ വെച്ച് എല്ലാ പ്രാവശ്യം ഞാൻ പോക്കറ്റിൽ വെച്ചിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഞാൻ എക്സാം ഹാളിൽ കയറി. എക്സാം ഹിയറിങ് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇതെനിക്ക് കിട്ടുമായിരിക്കും, ഞാൻ എങ്ങനെയെങ്കിലും ജയിക്കുമെന്നുള്ള ഉറപ്പുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് സ്പീക്കിങ്ങിന് ഞാൻ ചെന്നപ്പോൾ അവിടെ പേപ്പർ തരും. അത് തന്നപ്പോൾ ഞാൻ നോക്കുമ്പോൾ എനിക്ക് ആദ്യത്തെ പ്രാവശ്യം ഞാൻ സ്പീക്കിംഗ് എഴുതിയപ്പോൾ കിട്ടിയ സെയിം ക്വസ്റ്റ്യൻ തന്നെ എനിക്ക് വന്നത്. അത് ഭയങ്കര ഒരു ഇതായിരുന്നു. അതെനിക്കറിയാം, ആദ്യത്തെ ടോപ്പിക്ക് എനിക്കറിയാം. പിന്നെ അത് കഴിഞ്ഞ് ഡിസ്കഷൻ എനിക്ക് ഇച്ചിരി പാടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവ് എനിക്കിത് ഇച്ചിരി പാടാണ്, എനിക്കത് വിശദീകരിച്ച് പറയാൻ എനിക്കറിയത്തില്ല, നീ തന്നെ എന്നെ സഹായിക്കണം. അങ്ങനെ ഞാൻ എക്സാം ഹാളിൽ കയറി. അപ്പോൾ ഇങ്ങനെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഈ നീല കളറിൽ ഉടുപ്പ് ഇട്ടുണ്ട് വരും, പക്ഷെ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ലായിരുന്നു. പക്ഷേ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്ന് അവിടെ ഇരുന്ന ആ എക്സാമിനർ ഒരു ബ്ലൂ ചുരിദാറായിരുന്നു ഇട്ടിരുന്നത്. അങ്ങനെ ഞാൻ എക്സാം എഴുതി കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നൊരു കൊച്ചു, അവൾ പറഞ്ഞിട്ട് നമ്മൾ തോക്കുമെന്ന് തോന്നണ്, ഇച്ചിരി ടഫായിരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്കെന്നാലും മാതാവ് ജയിപ്പിക്കും അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ ഇവളിങ്ങനെ പറഞ്ഞിട്ടപ്പോൾ ഞാൻ കുറച്ച് ഡൗൺ ആയി. അങ്ങനെ കുറച്ച് പേരുടെയൊക്കെ നമ്പർ എൻ്റെ ഫ്രണ്ട്സിനെ ഞാൻ അവിടെ വെച്ച് കണ്ടായിരുന്നു, അവർ എഴുതാൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരുടെയും പിന്നെ അവിടെ വന്ന 2-3 പിള്ളേരുടെയൊക്കെ നമ്പർ ഞാൻ വാങ്ങിക്കൊണ്ട് പോയായിരുന്നു. അങ്ങനെ റിസൾട്ട് വന്നപ്പോൾ ഇവരെയൊക്കെ ഞാൻ വിളിച്ച് ചോദിച്ചു. പക്ഷേ അവർക്ക് ആർക്കും കിട്ടിയില്ല, പക്ഷേ എനിക്ക് കിട്ടി, രണ്ടും എനിക്ക് കിട്ടി. എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് എനിക്ക് സ്പീക്കിങ്ങിനായിരുന്നു. എനിക്ക് തന്നെ ഭയങ്കര അത്ഭുതമായിപ്പോയി. അത് മാതാവ് ചെയ്തു തന്ന അത്ഭുതം തന്നെയാണ്. അത് കഴിഞ്ഞ് പിന്നെ മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഞാൻ FSTക്ക് സ്വന്തമായിട്ട് അപ്ലൈ ചെയ്ത് എനിക്ക് റെഡ് ക്രോസിൽ നിന്ന് കോൺട്രാക്റ്റ് വന്ന്. അതായത് ഞാൻ നവംബറിൽ എനിക്കെല്ലാം കിട്ടി. 2024 നവംബറിൽ ഞാൻ പാസ്സായി കഴിഞ്ഞ് എനിക്ക് ഫെബ്രുവരി ആയപ്പോൾ ഇൻ്റർവ്യൂ കഴിഞ്ഞ് മാർച്ച് ആയപ്പോൾ എനിക്ക് എൻ്റെ കോൺട്രാക്റ്റ് കിട്ടിക്കഴിഞ്ഞ് ഞാൻ ഉടമ്പടി ഉഴപ്പാൻ തുടങ്ങി. ഉറപ്പായിട്ടും അങ്ങനെയാണല്ലോ, നമ്മൾ കാര്യം നടന്നു കഴിയുമ്പോൾ കുറച്ചധികം ഉഴപ്പാൻ തുടങ്ങി. അങ്ങനെ ഞാൻ പള്ളിപ്പോക്കൽ പതിയെ നിർത്തി, പ്രാർത്ഥന ചൊല്ലണതിലും മടിയായി. അങ്ങനെ അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ VFSൽ ഡേറ്റ് എടുക്കാൻ വേണ്ടി അവർ പറഞ്ഞ് 3:30 ആകുമ്പോഴാണ് ഇവർ ഓപ്പൺ ആക്കുന്നത്. രാവിലെ 3:30. അങ്ങനെ 5:30 എണീറ്റ് പ്രാർത്ഥന ചൊല്ലാൻ മടിയുള്ള ഞാൻ 3:30 അലാറം വെച്ച് എണീക്കാൻ തുടങ്ങി. അലാറം വെച്ച് ഇത് നോക്കിയിട്ട് കിട്ടുന്നില്ല. അങ്ങനെ ഞാൻ ചില സമയത്ത് അത് കഴിഞ്ഞ് പിന്നെ പ്രാർത്ഥന ചൊല്ലിയിട്ട് കിടക്കും, പള്ളി പോകത്തില്ല, പ്രാർത്ഥന ചൊല്ലിയിട്ട് കിടക്കും.
ചില സമയത്ത് പ്രാർത്ഥന ചൊല്ലത്തില്ല. അങ്ങനെ പിന്നെ ഞാൻ ഉടമ്പടി പിന്നെ പുതുക്കിയിട്ടില്ല. ഞാൻ ആദ്യം വന്നെടുത്തിട്ട് പിന്നെ പുതുക്കിയിട്ടേ ഇല്ല. അങ്ങനെ എനിക്ക് ജൂണിലത്തേക്കാണ് അവരെനിക്ക് തന്നത്. ജൂൺ ഫസ്റ്റോടുകൂടി അവിടെ ചെല്ലണമെന്നുള്ളതിൽ. അങ്ങനെ മാർച്ച് കഴിഞ്ഞ് ഏപ്രിൽ, മെയ്, ജൂണായിട്ട് ഒരു അനക്കവും എനിക്ക് ഡേറ്റ് കിട്ടുന്നില്ല. ഞാൻ പല ഏജൻസിനെ കോൺടാക്ട് ചെയ്തിട്ടും ആരും ഡേറ്റ് എടുത്ത് കൊടുക്കുന്നതായിട്ട് ഒരു അറിവുമില്ല. അങ്ങനെ ഞാൻ ജൂൺ ആയപ്പോൾ ഒരു ഏജൻസിനെ കിട്ടി, അവർക്ക് കൊടുത്ത്. പക്ഷേ അവർ ചെറുതായിട്ടൊന്ന് പറ്റിച്ച്. പക്ഷേ മാതാവിൻ്റെ അനുഗ്രഹത്താൽ കൊടുത്ത പൈസ എനിക്ക് അങ്ങനെ തന്നെ തിരിച്ച് കിട്ടി. അത് കഴിഞ്ഞ് പിന്നെ വേറൊരു മുംബൈയിൽ ഡേറ്റ് എടുത്ത് കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു അത് പക്ഷേ മുംബൈയിൽ പറ്റത്തില്ല. അങ്ങനെ ഞാൻ അവർക്ക് മെയിൽ അയച്ചപ്പോൾ അവർ പറഞ്ഞില്ല, ബാംഗ്ലൂരൊക്കെ പറ്റത്തുള്ളൂ, കേരളത്തിലുള്ളവർക്ക് ബാംഗ്ലൂരേ പറ്റുള്ളൂ, മുംബൈയിൽ പറ്റത്തില്ലെന്ന്. അങ്ങനെ പിന്നെ അത് മാറ്റി. അപ്പോൾ എൻ്റെ 2 പ്രാവശ്യം ഞാൻ ശ്രമിച്ചിട്ട് ഒന്നും ആയില്ല. VFSൽ ഞാൻ സ്വന്തമായിട്ട് ശ്രമിച്ചിട്ട് ഒന്നും നടക്കുന്നില്ല. അങ്ങനെ ഞാൻ പിന്നെ നിന്നപ്പോൾ എൻ്റെ ആൻറ്റിമാരെല്ലാവരും പറഞ്ഞു, നീ ഉടമ്പടി പുതുക്കിയ, അത് പുതുക്കിയില്ലല്ല, നീ പ്രാർത്ഥിക്കുന്നുണ്ടോ, നീ പള്ളിയിൽ പോകുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ എനിക്ക് ഉത്തരവില്ല. ഇതൊന്നും ഞാൻ ചെയ്യുന്നില്ല. ഞാൻ ഇങ്ങനെ സ്വയം ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കും. അല്ലാതെ ഞാൻ പറയുന്നുണ്ട് മാതാവേ തന്നെ എന്ന് പറയുന്നുണ്ട്, അല്ലാതെ ഇതിൽ പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അവൻ പറയണ പോലെ ഞാൻ ചെയ്യുന്നില്ല. അങ്ങനെ ഞാൻ പിന്നെ എല്ലാവരും ചോദിക്കുക, നീ പോകുന്നില്ലേ, കാര്യം പാസ്സായിട്ട് 1 വർഷം ആകാറായി, നീ പോകുന്നില്ലേ എന്ന് ചോദിച്ച് അവസാനം അപ്പം ഞാൻ ഒന്നും നടക്കുന്നില്ല. അങ്ങനെ എല്ലാവരും പറഞ്ഞെങ്കിൽ ഇപ്പോൾ ഉടമ്പടി പുതുക്കുക. അങ്ങനെ ഞാൻ ഓഗസ്റ്റ് മാസം 1-ാം തീയതി വന്ന് ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോൾ കുറച്ചൊരു ആശ്വാസം, എന്തോ ശരിയാകുമെന്നുള്ളൊരിത്. അങ്ങനെ സെപ്റ്റംബർ 24-ാം തീയതി തോന്നുന്നു ഞാൻ വന്ന് അച്ഛനെ കണ്ട്. എല്ലാവരും പറഞ്ഞപ്പോൾ പോയി അച്ഛനെ കാണാം. അപ്പം ഞാൻ ഓർത്ത് ഇനി എനിക്ക് പോകണ്ടെന്നാണെങ്കിലും എൻ്റെ വിധി, ചിലപ്പോൾ വിദേശത്തേക്ക് പോകാൻ പറ്റത്തില്ല, അങ്ങനെയുള്ള ഇതാണെന്ന് ഓർത്ത് ഞാൻ എന്തായാലും അച്ഛനെ വന്ന് കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ 24-ാം തീയതി വന്ന് അച്ഛനെ വന്ന് കണ്ട്. അപ്പം അച്ഛൻ എൻ്റെ തലയെ കവിച്ച്, അച്ഛൻ എൻ്റെ മുമ്പിൽ നിന്ന ഇപ്പുറത്ത് നിന്ന ചേച്ചിയോട് നല്ലതായിട്ട് ദേഷ്യപ്പെട്ടു. അപ്പം ഞാനോർത്ത് എന്നോടും ദേഷ്യപ്പെടുമായിരിക്കും, കാര്യം ഞാനും ഒട്ടും പെർഫെക്റ്റ് അല്ല, ഒന്നും ഞാൻ ചെയ്യുന്നില്ല, എനിക്കൊരു യോഗ്യതയും ഇല്ല, കിട്ടാനുള്ള ഒരു യോഗ്യതയും ഇല്ല. അപ്പം ഈ ചേച്ചിനെ വഴക്കിടുന്നുണ്ടപ്പോൾ ഞാൻ ശരിക്കും പേടിച്ചു, അപ്പോൾ എന്നെ വഴക്കിടുമായിരിക്കും. പക്ഷേ അച്ഛൻ എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ തോളത്ത് തട്ടിട്ട് എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ഡേറ്റ് കിട്ടുന്നില്ല, കുറേ നാളെ ഞാൻ ശ്രമിക്കണം, എനിക്ക് ഡേറ്റ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. അച്ഛൻ എൻ്റെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ച് എന്നോട് പറഞ്ഞ് 19 കാണിക്കണത്, ഏത് 19 എനിക്ക് അറിയത്തില്ല, ഒരു 19 കാണിച്ചു തരുന്നുണ്ട് മാതാവെന്ന് പറഞ്ഞു, നീ വിശ്വസിച്ച് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും എണീറ്റപ്പോൾ പറഞ്ഞ് നിങ്ങളെല്ലാവരും പോയി രക്ഷപ്പെടുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ആശ്വാസമായിരുന്നു. അങ്ങനെ ഞാൻ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ സെപ്റ്റംബർ കഴിഞ്ഞ് ഒക്ടോബറായി. അങ്ങനെ ഒക്ടോബർ 19-ാം തീയതി ആയിരുന്നു മാതാവിൻ്റെ പ്രേക്ഷിത റാലി. അതിന് ഞാൻ 3 കൊല്ലമായിട്ട് പ്രേക്ഷിതയായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ ഞാൻ അതിന് പോയി വന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഏജൻസിയുടെ നമ്പർ കിട്ടി. അവർക്ക് മെസ്സേജ് അയച്ചാൽ എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ അവർക്ക് മെസ്സേജ് അയച്ച് അവരെനിക്ക് 5 ദിവസത്തിൻ്റെ ഉള്ളിൽ എനിക്ക് ഡേറ്റ് എടുക്കാൻ അവർ പറഞ്ഞ് ഡേറ്റ് അവൈലബിൾ ആണെന്ന് പറഞ്ഞ് എന്നെ വിളിച്ച്. അപ്പോൾ അവർ പറഞ്ഞ് ഇങ്ങനെ ഇന്ന ഡേറ്റ് ഉണ്ട്, 10 ഉണ്ട്, 19, 20, 25 ഇതൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ഈ 19-ൻ്റെ കാര്യം ശരിക്കും ഞാൻ പിന്നെ വിട്ട്. ഈ 19 അച്ഛൻ പറഞ്ഞാലും ഞാൻ വിട്ട്. ഞാൻ 25 പറഞ്ഞു. കാര്യം എനിക്ക് ഡോക്യുമെൻറ്റ്സ് ഒന്നും ശരിയാക്കിയിട്ടില്ല. ഞാൻ കുറച്ച് ഡോക്യുമെൻറ്റ്സ് ഉണ്ട്, ട്രാവൽ ഇൻഷുറൻസ് അങ്ങനെ കുറച്ചൊക്കെ ശരിയാക്കാനുണ്ട്. അപ്പം ഞാൻ ഓർത്ത് നോക്കിയാൽ 25 പറയാം, അതാകുമ്പം കുറച്ച് എല്ലാം ശരിയാകുമല്ലോ എന്നോർത്ത്, എല്ലാം ശരിയാക്കി എടുക്കാമല്ലോ എന്നോർത്ത് ഞാൻ 25 പറഞ്ഞു. 25 ഇവരോട് പറഞ്ഞ് ഇവരെടുത്ത് കഴിഞ്ഞപ്പോഴേ ഞാൻ ഓർത്ത് അയ്യോ അച്ഛൻ 19 പറഞ്ഞായിരുന്നല്ല എന്നോർത്തത്. അപ്പോൾ പിന്നെ മാറ്റാനും പറ്റത്തില്ല. അങ്ങനെ ഞാൻ ഓർത്ത് ഓക്കെ എന്തായാലും പോകാം. അങ്ങനെ ഞാൻ പോണതിന് മുമ്പ് ഞാൻ എൻ്റെ പാസ്പോർട്ടിലും ഫയലിലൊക്കെ ഞാൻ ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിച്ച് ഞാൻ മാതാവിനോട് ഇതെനിക്ക് എന്തായാലും ശരിയാക്കി തന്നെ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച്. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് കൊടുത്തു കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ എൻ്റെ കൂട്ടുകാരൊക്കെ പറഞ്ഞിട്ട് 1 വർഷം ആയില്ലേ നീ പാസ്സായിട്ട്, അപ്പോൾ റിജക്ഷൻ വരാൻ സാധ്യതയുണ്ട്, ഭയങ്കര പാടാണ് കിട്ടാൻ, റിജക്ഷൻ വന്ന കാര്യം 1 വർഷം ആയതുകൊണ്ട് അവർ റിജക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷെ എന്നാലും എനിക്ക് മാതാവിൽ വിശ്വാസമായിരുന്നു. അങ്ങനെ ഞാൻ കാത്തിരുന്ന് 19 ദിവസം കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്ത് ഓക്കെ 19 ദിവസം കഴിഞ്ഞു, അപ്പോൾ ഇനി എന്ന് വരാനാ അറിയില്ലല്ലോ എന്നോർത്ത് അങ്ങനെ കാത്തിരുന്ന്. അങ്ങനെ ഡിസംബർ 17-ാം തീയതി പിന്നെ ഞാൻ വന്ന് ഉടമ്പടി പുതുക്കാൻ ഇവിടെ വന്ന വഴി എനിക്ക് മെസ്സേജ് വന്നു, അവിടെ നിന്ന് പാസ്പോർട്ട് വിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് മെസ്സേജ് വന്നു. അങ്ങനെ മെസ്സേജ് വന്നപ്പോൾ ഓർത്ത് ഓക്കെ 2 ദിവസത്തിനുള്ളിൽ വരും. അങ്ങനെ 19-ാം തീയതി ആയപ്പോൾ എനിക്ക് മെസ്സേജ് വന്ന് എരമല്ലൂർ വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ചേർത്തലല്ല വരണ്ടേ, അപ്പോൾ എന്താ എരമല്ലൂർ വന്ന് എനിക്കറിയില്ല. അപ്പോൾ എനിക്ക് പിന്നെ ടെൻഷനായി. പക്ഷേ എൻ്റെ വീട്ടിൽ വന്ന് പാസ്പോർട്ട് അവിടെ നിന്ന് അവർ കൊണ്ടുവന്ന് എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് തന്ന് അത് തുറന്ന് നോക്കിയപ്പോൾ എനിക്ക് വിസ അടിച്ച് വന്നിട്ടുണ്ട്. കാര്യം എനിക്ക് ടെൻഷനായിരുന്നു, എനിക്ക് കിട്ടുക, കാര്യം റിജക്ഷൻ വരിക. പക്ഷേ എനിക്ക് മാതാവ് എനിക്ക് വിസ അടിച്ച് തന്ന്.
മാതാവ് എനിക്ക് വിസ അടിച്ചു തന്നു. അതാ പ്രഭാഷകൻ്റെ പുസ്തകം 2-ാം അധ്യായം 6 വാക്യം, കർത്താവിൽ ആശ്രയിക്കുക, അവിടുന്ന് നിന്നെ സഹായിക്കും. കർത്താവിൽ ആശ്രയിക്കുക, അവിടുന്ന് നിന്നെ സഹായിക്കും. എനിക്ക് തോന്നിയിട്ടുള്ള നിങ്ങളെല്ലാവരും അത് വായിക്കണം. കർത്താവ് ഒരിക്കലും നമ്മളെ കൈവിടത്തില്ല. നമ്മൾ കർത്താവ് പറഞ്ഞ പോലെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഒന്നും, നമ്മുടെ സുഖങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഉറക്കം ഇതൊന്നും നമ്മൾ നോക്കാതെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ കർത്താവ് ഉറപ്പായിട്ടും നമ്മളെ സഹായിക്കും. അതിനൊരു സാക്ഷിയാണ് ഞാൻ. കാര്യം ഞാൻ ഉഴപ്പിയപ്പോഴാണ് എൻ്റെ കയ്യിൽ നിന്നെല്ലാം പോയത്. ഞാൻ സ്വന്തമായിട്ട് ശ്രമിച്ചപ്പോഴാണ് എൻ്റെ കയ്യിൽ നിന്നെല്ലാം പോയത്. പക്ഷേ മാതാവിനെ അതിൽ ഇടപെടുത്തിയപ്പോൾ മാതാവ് തിരുക്കുമാരനോട് പറഞ്ഞ് അതെനിക്ക് സാധിച്ചു തന്നു. ഞാൻ വെള്ളിയാഴ്ച രാത്രി വീട്ടിൽ നിന്ന് പോകും. ശനിയാഴ്ചയാണ് എൻ്റെ ഫ്ലൈറ്റ്. ശനിയാഴ്ച മോർണിംഗ് ആണ് എൻ്റെ ഫ്ലൈറ്റ്. ഈ ഉടമ്പടി ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതെ, എപ്പോഴും ഉണ്ടാവണമെന്ന്. ജർമ്മനി ചെന്നാലും അവിടെ നിന്നും കുർബാനക്ക് പോകണമെന്നും അവിടെ എങ്ങനെയെങ്കിലും അവിടെ കുമ്പസാരിക്കണമെന്നൊക്കെയാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ ജീവിതകാലം മുഴുവൻ എനിക്ക് ഉടമ്പടിയിൽ ജീവിക്കണം. പിന്നെ എനിക്ക് വന്ന മാറ്റങ്ങൾ, ഞാൻ കുമ്പസാരിക്കാൻ ഭയങ്കര മടിയുള്ള ഒരാളാണ്. പിന്നെ പള്ളിയിൽ പോകാൻ, ഈ രണ്ടാമത് ഞാൻ ഉടമ്പടി പുതുക്കിയപ്പോൾ തൊട്ട് ഞാൻ എപ്പോഴും പള്ളിയിൽ പോകുന്നുണ്ട്. അതിൻ്റെ അനുഗ്രഹം അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. കുമ്പസാരിക്കുക എന്ന് പറഞ്ഞാൽ എനിക്കെന്തോ കുമ്പസാരത്തോട് ഭയങ്കര ഒരു ഇതുള്ള ആളാണ്. പക്ഷേ ഇത് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ മാസത്തിൽ കുമ്പസാരിക്കാറുണ്ട്. പിന്നെ മറ്റുള്ളവരെ സഹായിക്കുക. പിന്നെ ഞാൻ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടുത്തെ പത്രം വാങ്ങി ഓട്ടോ സ്റ്റാൻഡിൽ, പിന്നെ പെട്രോൾ പമ്പിലൊക്കെ കൊടുക്കാറുണ്ട്. പിന്നെ അടുത്ത വീട്ടിൽ, അങ്ങനെ എല്ലാവരോടും വായിക്കണമെന്ന് പറഞ്ഞ് ഞാൻ കൊടുക്കാറുണ്ട്. പിന്നെ ഞാൻ മാതാവിൻ്റെ പ്രേക്ഷിത വേലക്ക് 3 വർഷമായിട്ട് ഞാൻ പോകാറുണ്ട്, ജപമാല റാലിക്ക്. പിന്നെ കാരുണ്യപ്രവർത്തി ഞാൻ പറ്റാവുന്ന രീതിയിൽ മറ്റുള്ളവരെ സഹായിക്കാറുണ്ട്. ഇനിയും ഞാൻ സഹായിക്കുമെന്ന് ഞാൻ മാതാവിന് വാക്ക് കൊടുത്തിട്ടുണ്ട്. അതിന് ദൈവം എന്നെ അനുഗ്രഹിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവവും മാതാവും ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും 1000 നന്ദി. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആദ്യം തന്നെ എന്നെ എൻ്റെ കുഞ്ഞുമായിട്ട് സാക്ഷ്യം പറയാൻ ഈ തിരുസന്നിധിയിലെത്തിച്ച അമ്മ മാതാവിനും തിരുക്കുമാരനും ഞാൻ 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് അമല, ഞാൻ തിരുവനന്തപുരത്ത് നിന്നുമാണ് വരുന്നത്. ആദ്യമായിട്ട് എൻ്റെ ഒരു റിലേറ്റീവ് പറഞ്ഞിട്ടാണ് ഞാൻ കൃപാസനത്തിനെ കുറിച്ച് അറിയുന്നത്. 2021 എൻ്റെ കല്യാണം. അതിനുശേഷം 1.5 വർഷങ്ങൾക്ക് ശേഷം ഞാൻ പ്രഗ്നൻ്റ് ആവുകയും 2.5 മാസത്തിന് ശേഷം അത് അബോർഷൻ ആവുകയും ചെയ്തു. ആ സമയത്ത് ആ റിലേറ്റീവാണ് എന്നോട് കൃപാസനത്തെക്കുറിച്ച് പറയുന്നതും അവിടുത്തെ പ്രാർത്ഥനകളെക്കുറിച്ച് പറയുന്നതും. അത് കേട്ടിട്ട് എന്നോടിങ്ങനെ പറഞ്ഞിരുന്നു, അതായത് ഗ്രേ കളറിലുള്ള വസ്ത്രം ധരിച്ച ഒരു മാതാവാണെന്ന്. അതെനിക്കൊരു അത്ഭുതമായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ സ്വപ്നത്തിൽ എന്നെ ഒന്ന് കാണിക്കുമെന്ന് പ്രാർത്ഥിച്ചു. അന്ന് രാത്രി തന്നെ ഞാനത് സ്വപ്നം കാണുകയും ചെയ്തു. പിറ്റേ ദിവസം രാവിലെ ഞാൻ ഫോണിൽ സെർച്ച് ചെയ്തു കൃപാസനം എന്ന്. ഞാൻ അവിടുത്തെ പ്രാർത്ഥനകളും കാര്യങ്ങളും എല്ലാം കണ്ടു. അതെല്ലാം കേൾക്കാനും പ്രാർത്ഥിക്കാനും തുടങ്ങി. അങ്ങനെ ലൈറ്റ് ക്യാൻഡിൽ പ്രാർത്ഥന നടത്തി. 3 നിയോഗങ്ങൾ വെച്ചിട്ടായിരുന്നു. 90 ദിവസം ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. ആ കാര്യങ്ങളെല്ലാം എനിക്ക് നടന്നു. 1.5 വർഷമായിട്ട് മാറാതിരുന്ന എൻ്റെ ഇൻഫെക്ഷൻ പൂർണ്ണമായിട്ടും മാറി. അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ സാലറി ഇൻക്രിമെൻ്റായി. അതിനുശേഷം ഞാൻ എന്ത് കാര്യം ചെയ്യുന്നതിന് മുന്നേ മാതാവിനോട് ആലോചിച്ചിട്ടാണ്, അതായത് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ പോലും ഏത് ഹോസ്പിറ്റലിൽ എല്ലാ കാര്യങ്ങളും ഞാൻ എപ്പോഴും മാതാവിനെ മാധ്യസ്ഥം നിർത്തി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ട്രീറ്റ്മെൻറ്റിനായിട്ട് പോയി. അങ്ങനെ ഇവിടുത്തെ ലൈറ്റ് ക്യാൻഡിൽ പ്രാർത്ഥനയിലൂടെ എൻ്റെ ഇൻഫെക്ഷൻ മാറി. ട്രീറ്റ്മെൻറ്റിന് 2-3 ആശുപത്രിയിൽ പോയി മെഡിസിൻ കഴിച്ചിട്ടൊന്നും ഞങ്ങൾക്ക് റിസൾട്ട് കിട്ടിയില്ല. തുടർന്ന് ഞാൻ എൻ്റെ അമ്മയുമായിട്ട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. പക്ഷേ എനിക്ക് ഉടമ്പടി എടുക്കാനൊരു ധൈര്യക്കുറവുണ്ടായിരുന്നു. കാരണം ഈ നിബന്ധനകളൊക്കെ എനിക്ക് പാലിക്കാൻ പറ്റുമോ എന്നൊരു ഭയമുള്ളത് കൊണ്ട് നന്നായി പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു പോയി. പക്ഷേ 2-3 ദിവസം എനിക്ക് ഉറങ്ങാനേ സാധിച്ചില്ല. സ്വപ്നത്തിൽ ആരോ വന്ന് ഉടമ്പടി എടുക്കണം, എങ്കിൽ മാത്രമേ നിൻ്റെ കുഞ്ഞിന് കിട്ടുകയുള്ളൂ എന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ വീണ്ടും തിരിച്ചിവിടെ വന്നു ഉടമ്പടി എടുത്തു. 2024 ഡിസംബർ 10-ാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുത്തത്. ഡിസംബർ ലാസ്റ്റ് ആകുമ്പോഴും എനിക്ക് ആദ്യത്തെ പോലെ പ്രഗ്നൻസിയുടെ സിംറ്റംസ് ഒക്കെ മനസ്സിലാവുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാനത് ആരോടും പറഞ്ഞില്ല. 5:30 പ്രാർത്ഥിക്കാനായിട്ട് തിരി കത്തിച്ച് വെച്ചിട്ടാണ് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയത്. ആ ടെസ്റ്റ് കാർഡ് ആദ്യം കാണിക്കുന്നതും മാതാവിനെയാണ്. പിന്നീട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്ത് ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ പോസിറ്റീവാണെന്ന് അറിഞ്ഞു. അന്ന് ഞാനും എൻ്റെ അമ്മയും ഒരുപാട് കരഞ്ഞിരുന്നു. മാതാവ് തന്ന കുഞ്ഞാണ്. പ്രഗ്നൻസി ഫുള്ളും കോംപ്ലിക്കേഷൻസ് ആയിരുന്നു. എനിക്ക് യാത്ര ചെയ്യാനോ മറ്റൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. ബെഡ് റെസ്റ്റ് തന്നെയായിരുന്നു.
ഓരോ തവണയും ഓരോ കോംപ്ലിക്കേഷൻ വരുമ്പോഴും പ്രാർത്ഥനയായിരുന്നു. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ഹോസ്പിറ്റലിൽ എത്തുന്നത് വരെ വണ്ടിയിലിരുന്ന് 33 തവണ വിശ്വാസപ്രമാണം ചൊല്ലിയാണ് ഓരോ സ്കാനിങ്ങിനും പൊയ്ക്കൊണ്ടിരുന്നത്. ദൈവകൃപയാൽ ഓരോ പ്രശ്നങ്ങളും അങ്ങനെ മാറിപ്പോയിക്കൊണ്ടിരുന്നു. 8-ാം മാസമായപ്പോൾ എനിക്ക് ചിക്കൻ ബോക്സ് വന്ന് വീണ്ടും കോംപ്ലിക്കേഷനായി. പക്ഷേ അവിടെയും മാതാവിൻ്റെ കൃപ കൊണ്ട് എൻ്റെ കുഞ്ഞിന് സ്കാനിങ് നടത്തിയപ്പോൾ എൻ്റെ കുഞ്ഞിനും എനിക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ ഹോസ്പിറ്റലൈസ്ഡായി 2-3 ദിവസം കിടക്കേണ്ടി വന്നു ഡെലിവറി സമയത്ത്. അതിലും കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. അവസാന നിമിഷം കുഞ്ഞിനെ കിട്ടും, പക്ഷേ ഞാൻ രക്ഷപ്പെടത്തില്ല എന്നുള്ളൊരു സ്റ്റേജിലൂടെ ആയിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. എൻ്റെ ലേബർ റൂമിൻ്റെ തൊട്ട് മേളിലായിട്ട് മാതാവിൻ്റെയും യേശുവിൻ്റെയും ഒരു തിരുരൂപം ഉണ്ടായിരുന്നു. അത് കണ്ട് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു, പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഞങ്ങളെ 2 പേരെയും രക്ഷിക്കണേന്ന്. വളരെ കോംപ്ലിക്കേഷനിലൂടെയാണ് ഞാൻ പോയത്. പക്ഷേ ആ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടായിരുന്നു, എൻ്റെ ഓർമ്മയിലുള്ള സമയത്തൊക്കെ പ്രാർത്ഥനയിലായിരുന്നു ഇരുന്നത്. അവസാനം ഞങ്ങൾ 2 പേരെയും രക്ഷപ്പെട്ടു, കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ. എൻ്റെ മോനാണിത്, ഇപ്പോൾ 5 മാസമായിട്ടുണ്ട്. അങ്ങനെയാണ് മോനെയും കൊണ്ട് വന്ന് സാക്ഷ്യം പറയാമെന്ന് ഞാൻ നേർന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ എപ്പോഴും പ്രാർത്ഥനയിൽ എല്ലാവർക്കും, അമ്മയാകാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും നന്മയുള്ള മക്കളെ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കും. അതിപ്പോഴും ഞാൻ ചെയ്യും. കാരണം ഞാൻ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് എനിക്കറിയായിരുന്നു, 4 വർഷമായി ഞങ്ങൾ വിഷമിക്കുന്ന വിഷമം പോലെ 10-12 വർഷമായിട്ട് മക്കളില്ലാത്ത ഓരോരുത്തരും ഇരുന്ന് കരയുമ്പോൾ ഞാൻ അന്നും ഇന്നും എൻ്റെ മരണം വരെയും എല്ലാവർക്കും മക്കളെ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് എൻ്റെ ഫാമിലിയിലുള്ളവർക്കെല്ലാം കൊടുക്കുമായിരുന്നു. എൻ്റെ പരിചയത്തിലുള്ള എല്ലാവർക്കും കൃപാസന പത്രം കൊടുക്കുകയും എനിക്ക് പ്രഗ്നൻസി പോസിറ്റീവായത്, എനിക്ക് കുഞ്ഞിനെ കിട്ടിയത് ഇവിടെ വന്നിട്ടാണെന്ന് എല്ലാവരോടും പറയുമായിരുന്നു. പിന്നെ കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുകയെന്ന് വെച്ചാൽ എനിക്ക് പോകാൻ പറ്റാത്തത് കൊണ്ട് തന്നെ വീട്ടിലിരുന്നിട്ട് നമ്മൾ TV-യിൽ കാണുകയും ഫോണിൽ കാണുകയും, അതായത് രോഗികൾക്കായിട്ടുള്ള കാര്യങ്ങൾ കാണുമ്പോൾ അത് ക്യാഷ് ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കുകയും, അതുപോലെ മെഡിക്കൽ കോളേജിൽ ആഹാരം കൊടുക്കാനായിട്ട് പൈസ കൊടുക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. പ്രാർത്ഥനയും മുടങ്ങാതെ നടത്തുമായിരുന്നു. മാതാവിൻ്റെയും തിരുക്കുമാരൻ്റെയും കൃപ കൊണ്ട് എനിക്കും ഞാനും കുഞ്ഞും ഈ ആൾക്കാരെയും വന്ന് സാക്ഷ്യം പറയാൻ ദൈവം അനുവദിച്ചു. അതുപോലെ ഉടമ്പടി ഉപ്പ് ചേർത്തിട്ട്, അതായത് എൻ്റെ ഹസ്ബൻഡിനാണെങ്കിലും ഇൻഫെർട്ടിലിറ്റി പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഹസ്ബൻഡിന് മെഡിസിൻ ഒന്നും കഴിക്കുന്നില്ലായിരുന്നു. നമ്മൾ ഉടമ്പടി ഉപ്പ് ചേർത്തിട്ടുള്ള വെള്ളമായിരുന്നു ഞാനാണെങ്കിലും കുടിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ചെയ്യുന്നത്. അങ്ങനെയാണ് കൂടുതലും എല്ലാം ദൈവത്തിൽ അർപ്പിച്ചായിരുന്നു. ഞാൻ ഡോക്ടറിനോടുള്ള വിശ്വാസത്തിനേക്കാളും കൂടുതൽ ദൈവവിശ്വാസത്തിലായിരുന്നു നടന്നത്. മാതാവിൻ്റെ ആഗ്രഹം പോലെ എല്ലാ ആഗ്രഹങ്ങളും നടത്തി ആരോഗ്യത്തോടെ എനിക്കൊരു കുഞ്ഞിനെ തന്നു.